ഹായ്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന, സ്ത്രീകൾക്ക് മുൻഗണന, സ്ത്രീയെ ബഹുമാനിക്കണം, സ്ത്രീയെ ആദരിക്കണം. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ചെറുപ്പം തൊട്ടേ കേട്ട് വളർന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ സ്ത്രീകളെയും നമ്മൾ ബഹുമാനിക്കുകയും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കാം. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. 4 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. ഞങ്ങൾ 3 പുരുഷന്മാരും ഒരു സ്ത്രീയും. അതായത് ഞാനും എൻ്റെ അനിയനും അച്ഛനും പിന്നെ അമ്മയും. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ വീട്ടിലെ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ എൻ്റെ അമ്മയാണ്. കാരണം ഞങ്ങളുടെ ഏണിംഗ് സ്രോതസ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ അച്ഛനും ആണെങ്കിലും ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അമ്മയാണെന്നേ പറയുള്ളൂ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു പദവിയാണത്, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റാണത്. അതിൻ്റെ റീസൺ, ഏറ്റവും വലിയൊരു റീസൺ തന്നെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ റൂം ഞാൻ വല്ലപ്പോഴും ക്ലീൻ ചെയ്യും. പക്ഷെ ഒരു ദിവസം ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വന്ന് എൻ്റെ ബാഗ് വെക്കുമ്പം ഞാൻ എൻ്റെ റൂമിലേക്ക് നോക്കുമ്പം ഇന്ന് എൻ്റെ അമ്മ ഇവിടെ കയറിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിൻ്റെ 10 മടങ്ങ് വൃത്തിയിലായിരിക്കും എൻ്റെ റൂം കിടക്കുന്നത്. അതെൻ്റെ അമ്മയുടെ കഴിവാണ്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ ഓരോ കാര്യങ്ങളും, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പുരുഷന്മാരെ നയിച്ചു കൊണ്ടുപോകുന്നത് ശരിക്കും എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ ക്യാപ്റ്റൻ എൻ്റെ അമ്മയാണെന്ന് പറയേണ്ടി വരും. എന്നെ ജനിപ്പിച്ച ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണനയും ഏറ്റവും കൂടുതൽ ബഹുമാനവും കൊടുക്കേണ്ട സ്ത്രീ എൻ്റെ അമ്മയാവുന്നു. അതുപോലെ തന്നെ എൻ്റെ ചുറ്റും എന്നെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വഴിയെ പോണ എല്ലാ സ്ത്രീകളെയും അവരൊരു സ്ത്രീ ആയതുകൊണ്ട് ബഹുമാനിക്കണം, മുൻഗണന കൊടുക്കണം, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു പുരുഷന് കിട്ടാത്ത പരിഗണന എന്തിന് സ്ത്രീക്ക് കൊടുക്കാം. ഒരു ഗർഭിണിയായ സ്ത്രീക്ക് കൊടുക്കാം, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് കൊടുക്കാം. അതല്ലാതെ ലോകത്ത് കാണുന്ന എല്ലാ സ്ത്രീകളെയും സ്ത്രീ അമ്മയാണ്, ദൈവമാണെന്ന് പറഞ്ഞ് റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കടന്നു കൈയല്ലേ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന രഞ്ജിത്തിനെയും രേവതിയും തന്നെ വേർതിരിച്ച് കാണുന്ന മാധ്യമപ്രവർത്തകരുടെ ഈ ഒരു വ്യക്തിഹത്യ. കാരണം രഞ്ജിത്തിനെ അവർ അങ്ങില്ലാതാക്കി. ഈ പറയുന്ന ആരോപണങ്ങളും കാര്യങ്ങളും സത്യമാണോ എന്ന് അറിയുന്നതിന് മുന്നേ രഞ്ജിത്തിനെ മാത്രമല്ല, ഓൾമോസ്റ്റ് ആരോപണങ്ങൾ വന്ന എല്ലാവരെയും അവർ ചവിട്ടി തേച്ച് കളഞ്ഞു, മലയാള സിനിമയിലുള്ള പലരെയും. പക്ഷേ രേവതിക്കെതിരെ വന്നൊരു ആരോപണം കണ്ടു നോക്കൂ. അതെ, അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്, നടി രേവതിയായിരുന്നു അവരുടെ പേര്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രഞ്ജിത്തിനെ കുറ്റവാളിയാക്കുന്ന രീതിയിലാണ് മറ്റേ ചർച്ചകളും ന്യൂസുകളും വരുന്നത്, അല്ലാതെ ആരോപണമായിട്ടല്ല വരുന്നത്. അയാൾ വലിയ തെറ്റ് ചെയ്തു, അയാൾ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് കോടതി തെളിയിക്കട്ടെ, ഞാൻ അയാളെ ന്യായീകരിക്കാൻ വരികയല്ല. പക്ഷേ അതേപോലെ തന്നെ ഒരു ആരോപണം അതേ വ്യക്തി തന്നെ രേവതിയുടെ നേർക്ക് ഉന്നയിച്ചപ്പം അതിന് ന്യൂസ് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ അതെടുത്തു പറയാൻ ആളില്ല. അവിടെയാണ് ഒരു സ്ത്രീക്ക് കിട്ടുന്ന പരിഗണന. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാതെ എന്താണ് അതിനൊരു കാരണം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ദിവസത്തിനിടയിൽ നടന്ന സംഭവങ്ങളിലൊക്കെ ഒരു പുരുഷനില്ലാത്ത പരിഗണന ഒരു സ്ത്രീക്ക് കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണനയും ബഹുമാനവും പോലും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ കാരണം ഇല്ലാതാവും. കാരണം രേവതിക്കെതിരെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് അതേ ആൾ തന്നെയാണ്. ഇന്ന് കുറച്ച് ട്രോൾ ഗ്രൂപ്പുകളും കുറച്ച് ഫേസ്ബുക്ക് ചാനൽസും യൂട്യൂബ് ചാനൽസും ചർച്ച ചെയ്യുന്നുണ്ടെന്നല്ലാതെ മാധ്യമങ്ങൾ അതിനെ അങ്ങ് കൊഴുപ്പിക്കുന്നൊന്നും കണ്ടില്ല. മറിച്ച് അമ്മയെ തകർക്കാനും ഈ ഇത്ര ദിവസത്തിനിടയിൽ വന്ന ആളുകളെയൊക്കെ ഇല്ലാതാക്കാനും തേജോവധം ചെയ്യാനും മാധ്യമപ്രവർത്തകർക്ക് 100 നാവായിരുന്നു. അതും കുറ്റം തെളിയിച്ചിട്ടില്ല. ഈ ആരോപണം എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നാളെ ഞാനൊരു പത്രസമ്മേളനം നടത്തുക, എന്നിട്ട് പറയാണ് ഇന്ന മാധ്യമപ്രവർത്തകൻ എന്നോട് മോശമായിട്ട് പെരുമാറി, അയാൾ കുറ്റവാളിയാവുമോ? അല്ല, നിങ്ങൾ കുറ്റവാളിയാക്കിയിട്ടാണ് ചിത്രീകരിക്കുന്നത്. നിങ്ങളുടെ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ ന്യൂസ് ചാനൽ വെച്ച് തുറന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ ഈ കണ്ട ആളുകളൊക്കെ കുറ്റവാളികളാണ്. കാരണം നിങ്ങളുടെ ന്യൂസ് അങ്ങനെയാണ് പോകുന്നത്.
അപ്പം അവിടെ അവർക്കില്ലാത്ത എന്ത് അഡ്വാൻറ്റേജ് എന്ത് പ്രിവിലേജാണ് നിങ്ങൾ രേവതിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തത്. സ്ത്രീയെ ബഹുമാനിക്കാം, ആദരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അത് അർഹിക്കുന്നവരെ മാത്രം. വഴിയെ പോണ എല്ലാവരും, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ആളുകളും രേവതിയും എനിക്ക് ഒരുപോലെ. അവർ മനുഷ്യരാ, അല്ലാതെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം കാണിച്ച് അവരൊരു സ്ത്രീയല്ലേ, അവരെ പറ്റി പറയേണ്ട, മോശമല്ലേ, അങ്ങനെ വിചാരിക്കാൻ പറ്റൂല. കാരണം ഇവരൊക്കെ ചെയ്യുന്ന ഏകദേശം ഒരേ ടൈപ്പ് കുറ്റകൃത്യമാണെങ്കിൽ പിന്നെ എന്ത് സ്ത്രീയും പുരുഷനും എല്ലാവരും ഒന്നല്ലേ. അല്ല, അമ്മയ്ക്കെതിരെ ഉണ്ടാക്കാൻ വലിയ ഇതായിരുന്നല്ലോ മാധ്യമപ്രവർത്തകർക്ക്. WCCയിലുള്ള ഒരു ആൾ വന്നപ്പോൾ എന്തേ വായടഞ്ഞു പോയി. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ പറയുന്നില്ല. അപ്പം അത് തെറ്റായ ചിന്താഗതിയാണ്. വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കാൻ പറ്റത്തില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാധീനം തരുന്ന ഏതൊരു സ്ത്രീയെ വേണമെങ്കിൽ നമുക്ക് ബഹുമാനിക്കാം, ആദരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയാട്ടോ ഈ കാണിക്കുന്നത്. കുറ്റവാളിയാണെന്ന് ആരും തെളിയിച്ചിട്ടില്ല. ഈ പറയുന്ന പരാതി പറയുന്ന ആളുകൾക്കൊക്കെ എന്ത് ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ എന്ത് കണ്ടിട്ട് അവർ പറയുന്ന സത്യമാണെന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നത്? പല വാർത്തകളും അങ്ങനെയാണ്. ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് ആ മനുഷ്യൻ വലിയൊരു തെറ്റ് ചെയ്ത രീതിയിലേക്ക് നിങ്ങളങ്ങ് എത്തിക്കുകയാണ്, അതായത് മാധ്യമപ്രവർത്തകർ, അല്ലാതെ ആ ജനങ്ങളല്ല. എന്നിട്ട് ജനങ്ങളെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇയാളത് ചെയ്തിട്ടുണ്ട്. രേവതിയുടെ കാര്യത്തിലൊന്നും അത് കണ്ടില്ലല്ലോ. ഒരു കാര്യം കൂടി, ഈ വന്ന റിപ്പോർട്ടിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മക്കളെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്ന അമ്മമാരെ പറ്റിയും ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു നടിയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അന്വേഷിച്ചു പോയോ ആരെങ്കിലും? എന്തേ, അതിന് ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണോ? മൂഡ് ഓക്കെ അല്ലാത്തൊരു നായികയെ കാമുകനെ വിളിച്ച് മൂഡ് ഓക്കെ ആക്കിയതിന് ശേഷം ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്ന കാര്യം വരെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഈ അമ്മമാരെ തിരഞ്ഞ് ആരെങ്കിലും പോയോ? കാരണം ഇവിടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ നേരെ മെക്കിട്ട് കയറിയാലല്ലേ ന്യൂസ് വാല്യൂ ഉള്ളൂ. വയനാട് കഴിഞ്ഞു, മുല്ലപ്പെരിയാർ കഴിഞ്ഞു, ഇപ്പം അമ്മയ്ക്കെതിരെ. മലയാള സിനിമയാകുമ്പോൾ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ടാവുമല്ലോ, അല്ലേ?